ജിസേലിന്റെ മറ്റേ പുറപ്പിന്റെ ഇഷ്യൂ വന്നപ്പോഴായാലും ജിസേലിന് എന്താ തോന്നി അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയട്ടെ, നമ്മൾ ശരിയാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട. അപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ബിക്കോസ് ഐ വാസ് റൈറ്റ്. അപ്പോൾ എനിക്ക് തോന്നിയില്ല അങ്ങനെ ഒന്ന്. ഞാൻ കോൺഫിഡൻസ് തന്നെ. നമുക്ക് എന്താ, നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പേടിക്കണ്ട, നിങ്ങൾക്ക് നെർവസ് ആകണ്ട. സോ ഐ വാസ് വെരി, I didn't care much about that. ആര്യന്റെ അമ്മ വന്നപ്പോഴും പറഞ്ഞത് ജിസേലിലും ആര്യനും തമ്മിൽ ഒരു രീതിയിലും ഇപ്പൊ അങ്ങനെ ഉണ്ടായാൽ പോലും അവർ ലവ് ചെയ്യുന്നതാണ്, അതിനെന്താ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അമ്മ പോലും അങ്ങനത്തെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നിട്ടും ബിഗ് ബോസിൽ ചിലവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സദാചാര ബോധമുള്ളത് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള സദാചാര ബോധമുള്ള ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടാകുമ്പോഴുള്ളൊരു കാര്യമുണ്ടല്ലോ, ഈ 21-ാം നൂറ്റാണ്ടിലും ഇത്തരം സദാചാര ബോധമുള്ള ആൾക്കാർ ഇപ്പോഴും ഈ ചിന്താഗതി വെച്ച് നടക്കുക എന്നുള്ളത് ഒരു രീതി, അതിനെങ്ങനെയാണ് ജിസേൽ കാണുന്നത്? അയ്യോ, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആൾക്കാരുടെ ഓരോരുത്തരുടെ സദാചാരം, റൈറ്റ്, മീൻസ് തിങ്കിങ് മെൻറ്റാലിറ്റി. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നതാണ് റൈറ്റ്, എന്നതാണ് റോങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവരുടെയും ഒരു രീതിയുണ്ട്. അത് അവർക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ലതാണ്. ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അവര് ഇങ്ങനെ. ഇപ്പൊ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ് എന്ന് പറഞ്ഞ കോമണർ എന്ന് പറഞ്ഞ ഒരാള്. ആള് ഇപ്പൊ സാബുമോൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നപ്പോ അനീഷ് ഒരു കോമണർ അല്ല, എല്ലാവരും പോലെ തന്നെ അനീഷിന്റേതായ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നുള്ള രീതിയിൽ സാബുമോൻ പറഞ്ഞിരുന്നു. ജിസേൽ എന്നുള്ള ഒരു ഗെയിമർ, അനീഷ് എന്നൊരു ഗെയിമറിനെ പേഴ്സണൽ രീതിയിൽ എങ്ങനെ കാണുന്നത്? അനീഷ് ഇസ് എ ഗ്രേറ്റ് ഗെയിമർ. അവന്റെ സ്ട്രാറ്റജി ഫ്രം ഡേ വൺ, അവൻ ഇപ്പവും ആ സ്ട്രാറ്റജിയിൽ നിർത്തിയിരിക്കുകയാണ്. അവൻ ആരുടെ കൂടെ ഇരിക്കത്തില്ല, ഒറ്റയ്ക്ക് ഇരിക്കത്തുള്ളൂ. എവിടെ പറയണം അത് ഇച്ചിരി ഓവറായിട്ട് പറയും, സ്റ്റാൻഡ് എടുക്കും, അതൊക്കെ. സോ ഹീസ് എ ഗുഡ് ഗെയിമർ. എനിക്ക് അനീഷ് ഇഷ്ടമാണ്. അല്ല, ആളുടെ ഒരു ആക്ടിവിറ്റി ആയാലും റിപ്പീറ്റേഷൻ മോഡൽ എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. സുപ്രഭാതം ബിഗ് ബോസ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിപ്പം ഒരു മാസ് സ്റ്റൈൽ ആയില്ലേ അനീഷിന്റെ, അതവന്റെ സ്റ്റൈൽ. അല്ല, അതൊക്കെ ഒരു ഫേക്ക് ആയിട്ട് ചെയ്യുന്ന പോലെ തോന്നാറുണ്ടോ അതിനകത്ത്? ഫേക്ക് അല്ല, അതവന്റെ ഒരു ബിഹേവിയർ. അല്ല, ആ ബിഗ് ബോസിൽ ഇപ്പൊ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരാളെ കാണിക്കുകയാണെങ്കിൽ ആരെ കാണിക്കും? അയ്യോ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ തിങ്ക് ഇത്ര ദിവസമായിട്ട് ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് സ്ട്രാറ്റജി ആയിരിക്കും. വി ഷുഡ് നോട്ട് കോൾ ഇറ്റ് ഫേക്ക്, വി ഷുഡ് കോൾ ഇറ്റ് എ സ്ട്രാറ്റജി. അത് സ്ട്രാറ്റജി ആകട്ടെ. പിന്നെ എല്ലാവരും ഒരു സ്ട്രാറ്റജി കൊണ്ടുപോയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്നാ ചെയ്യാം. വന്ന ദിവസം തന്നെ അനുമോള് ജിസേലിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തായിരുന്നു. ജിസേലിന്റെ ഓരോ മേക്കപ്പ് ആയാലും ജിസേലിന്റെ ഓരോരോ കാര്യങ്ങളായാലും അനുമോളിനത് ഭയങ്കരമായിട്ട് പരദൂഷണം അല്ലെങ്കിൽ പറഞ്ഞ പോലെ ജിസേലിനോട് ഒരു രീതിയിലുള്ള ഒരു ഇത് കണ്ടിരുന്നു. ജിസേലിന് തോന്നിയായിരുന്നു അനുമോളിന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ജലസി? ഓ ഇല്ല, ഇപ്പം ശരിയായി. ഇപ്പം എല്ലാം ശരിയായി. ഇപ്പം ഞാൻ പുറത്തിറങ്ങി ശരിയായി. ആര്യനെ മിസ് ചെയ്യുന്നുണ്ട്. I will say top 3, which is Aryan, Akbar, Anish. I think they can be top 3. ഫിനാലയിൽ ഇവര് മൂന്നുപേരും വന്നാൽ ജിസേലിന് ഒരു വോട്ടിംഗ് Aryan, of course. പഠിക്കണം. ആര്യനെ ഫിനാലയ്ക്ക് ശേഷം ആദ്യമായിട്ട് കാണുമ്പോൾ എന്താ I just want to say to all my fans, thank you for all the love and acceptance. I love you all. ഞാനിപ്പം കേരളത്തിൽ ഉണ്ട്, ഞാൻ കുറേ കേരളത്തിൽ വരും, താമസിക്കും, just for you guys, and I hope to connect with you guys more. Thank you. അമ്മ ഉണ്ട്, ഹോട്ടലിലാണ്. സിനിമയിലേക്ക് ഒരു ചാൻസ് ചെയ്യും. മലയാളം സിനിമ, ഓഫ് കോഴ്സ് മലയാളം. ലാലേട്ടൻ പിന്നെ ഫേവറേറ്റ് അല്ലേ നമ്മളുടെ എല്ലാവരുടെ. ലാലേട്ടൻ്റെ കൂടെ കിട്ടിയ ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ബി ഡ്രീം. ഇല്ല, എന്നെ ചീത്ത പറഞ്ഞില്ല ലാലേട്ടൻ, ഒരു പ്രാവശ്യം പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ സ്നേഹം കിട്ടിയാ പിന്നെ എന്ത് വേണം. ഐ എം ബ്ലെസ്ഡ്. താങ്ക് യു.